ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്സിനെ പറ്റിയിട്ടാണ്. ഞാൻ പ്രീവിയസ്ലി എൻ്റെ വീഡിയോസിൽ ബൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാം. ഇതെൻ്റെ ചാനലാണ്. അതിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്തേക്കണതാണ് പ്രീവിയസ്ലി കിടക്കണ 2 വീഡിയോസ്. അപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ പറയുന്നത് 10 സ്റ്റോക്സിനെ പറ്റിയിട്ടാണ്. 2 വീഡിയോയും കൂടിയിട്ട് 10 സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ആ 10 സ്റ്റോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തേക്കണതെന്നാണ്. പിന്നെ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ കുറേ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് സ്റ്റോക്ക് ചെയ്യണവരുടെ കാര്യം പറഞ്ഞത് കേട്ടോ. സ്റ്റോക്ക് ചെയ്യണവർ വീഡിയോ വാച്ച് ചെയ്യുക. നമുക്ക് ഞാൻ ഇതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതൊക്കെ പിക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയേണ്ട ഒരു കാര്യം, ഈ തരുന്ന സ്റ്റോക്കൊന്നും ഫണ്ടമെൻ്റലി ഞാൻ നോക്കിയിട്ട് സ്ട്രോങ് ആയി തരുന്ന സ്റ്റോക്കുകളല്ല. ഫണ്ടമെൻ്റൽസൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. ഇതിൽ ഞാൻ എക്സിറ്റ്, എൻട്രി, ടാർഗറ്റ് ഇത്രയും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ബാക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇത് നിഫ്റ്റി 50 ഇൻസൈഡിൽ വരുന്ന, നിഫ്റ്റി 50യുടെ ഉള്ളിൽ വരുന്ന സ്റ്റോക്കുകളാണ് ഈ 10 എണ്ണം. ഫണ്ടമെൻ്റൽസൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. അതെന്താണ് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. ഇത് പ്യുവർലി പ്രൈസ് ആക്ഷൻ ബേസിലുള്ള എൻട്രി മാത്രമേ ഞാൻ പ്രൊവൈഡ് ചെയ്യണുള്ളൂ. പ്രൈസാണ് ഞാൻ പറയണത്. ഫണ്ടമെൻ്റൽസൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. എക്സിറ്റ് ആണ് ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ട്രേഡിംഗ് വ്യൂ ആപ്പാണ്. ഇതിൽ ഞാൻ 10 സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഷോർട്സിൽ കൊടുത്തുള്ള സ്റ്റോക്ക് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ്, സിപ്ല, ഹിൻഡൽകോ, ITC, ICICI ബാങ്ക്, SBIN, ടാറ്റ മോട്ടോഴ്സ്, NTPC, കോൾ ഇന്ത്യ, വിപ്രോ. ഇത്രയും സ്റ്റോക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇത് രണ്ട് ടൈം പീരീഡാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് 15-ാം തീയതി കൊടുത്ത സ്റ്റോക്കുകളാണ്. ഡിസംബർ 15-ന് കൊടുത്തതാണ് ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ്, അതായത് 5 എണ്ണം. പിന്നെ ഞാൻ കൊടുത്തത് 21-ാം തീയതി ഡിസംബറിനാണ് ബാക്കി 5 എണ്ണം കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഞാൻ. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു തിയറി ഒന്ന് പഠിച്ചിട്ട് പോവാം. സ്റ്റോക്ക് എങ്ങനെ ട്രേഡ് ചെയ്യേണ്ടതെന്ന് ഒരു തിയറി ഉണ്ടല്ലോ, അതിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ഇതൊരു പെർട്ടിക്കുലർ പ്രൈസ് ആണെന്ന് വിചാരിക്കുക. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു 923. ഇത് ഇമാജിനറി ലെവലാണ്. ഒറിജിനൽ ഞാൻ പറയുന്നുണ്ട്. ഇമാജിനറി ലെവലിൽ 923 വിചാരിക്കുക ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ. ഇതിലെങ്ങനെ ട്രേഡ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൈസ് ആക്ഷൻ ടൈപ്പ് എൻട്രീസാണ് മെയിനിൽ ഫോക്കസ്. അപ്പോൾ പ്രൈസ് ഇപ്പോൾ ഈ 923 മുകളിൽ നിൽക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രൈസ് അടിയിലേക്ക് വന്ന ശേഷം ഒരു പ്രൈസ് ആക്ഷൻ ഇങ്ങനെ ക്രിയേറ്റ് ആവണം. ഇങ്ങനത്തെ രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആയാലാണ് നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എൻട്രി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരണത്. ഈ ഒരു ലൈനാണ് അതിൻ്റെ എൻട്രി പോയിന്റ് കേട്ടോ. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് എൻട്രി. പ്രൈസ് മുകളിലാന്ന് വയ്ക്കുക. അത് അടിയിലേക്ക് വന്ന് ക്ലോസ് ചെയ്ത ശേഷം ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. എങ്ങനെ എൻട്രി എടുക്കാം? ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് എൻട്രി. അതൊരു എൻട്രി. ഇനിയിപ്പോൾ ഇതിന് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇതിപ്പോൾ ഇനി അടിയിലാണ് തുടങ്ങണമെന്ന് വയ്ക്കി. 923-ൻ്റെ അടിയിലാണ് ഓപ്പൺ ചെയ്തത്. അതായത് പ്രൈസിന് മുകളിൽ കയറി വരുന്ന പ്രൈസാണ്. മനസ്സിലാക്കുക, അടിയിൽ നിന്ന് മുകളിൽ കയറി വരുന്ന പ്രൈസാണ്. അപ്പോൾ ഇവിടെയൊക്കെ എത്തി. ഈ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡയറക്റ്റ് എൻട്രി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്താൽ ഡയറക്റ്റ് എൻട്രി. ഇതും എൻട്രി പോയിൻ്റ് ആണ്. നേരത്തെ പറഞ്ഞല്ലേ, അതന്നെ ഇതും എൻട്രി പോയിൻ്റ്. ഇപ്പോൾ ഈ ലൈൻ വരച്ചാൽ എൻട്രിയാണ്. ഞാൻ എഴുതണല്ലേ, അത് എൻട്രിയാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് എൻട്രി ആണ്. അവൻ്റെ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് അടിയിലായിരിക്കണം. 923-ൻ്റെ അടിയിൽ നിന്ന് കയറി വരണം. അങ്ങനത്തെ സിനാരിയോ സംഭവിക്കുമ്പോൾ ഡയറക്റ്റ് എൻട്രി എടുക്കുക. ഇനി പ്രൈസ് മുകളിൽ 923-ൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു അടിയിലേക്ക് വരികയെന്ന് വയ്ക്കുക. അങ്ങനെയാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ സംഭവിച്ചാലേ നമുക്ക് പ്രോപ്പർ എൻട്രി ആവുള്ളൂ. ഇനി എൻ്റെ സ്റ്റോപ്പ് ലോസ് പറയണത് കേട്ടോ. അതായത് ഈ ഭാഗത്തൊരു ബയേഴ്സ് കയറി ക്ലോസ് ചെയ്തു മോളിക്ക്. പിന്നെ അതേപോലെ ഒരു സെല്ലേഴ്സിന് നമുക്ക് റിജക്ഷനും വേണം. ഇവിടെ റിജക്ഷൻ സംഭവിച്ചെന്ന് വയ്ക്കുക ഈ ലെവലിൽ തന്നെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എൻട്രിയാണ്. ഈ എൻട്രി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി മോളിക്ക് എടുക്കാം. ഈ എൻ്റെ സ്റ്റോപ്പ് ലോസ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തില്ല അടിയിലേക്ക്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എവിടെ ഇറങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമല്ലോ. നമ്മൾ മോളിക്ക് പോകുന്ന വെച്ചിട്ടാണ്, എൻ്റെ ഒരു കൺഫർമേഷൻ പ്രകാരം മോളിക്ക് പോകണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സെല്ലേഴ്സ് അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്യുന്നത് 1 ഡേ ടൈം ഫ്രെയിമിലാണ് കേട്ടോ.
അതാണ് ഞാൻ പറയാൻ മറന്നു ആ കാര്യം. നമ്മൾ സ്റ്റോക്കൊക്കെ ചെയ്യുന്നത് വൺ ഡേയിലാണ്. എല്ലാവരും വൺ ഡേയിലേക്ക് പോവുക, എന്നിട്ട് സ്റ്റോക്കൊക്കെ ലൈൻ വരച്ച് വെക്കുക, എന്നിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തില്ലേ, മുകളിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടീഷനൊക്കെ ആക്റ്റീവായി, എന്നിട്ട് നമുക്ക് എൻട്രി കിട്ടി, അപ്പോൾ നമ്മൾ എൻട്രി എടുത്തു, അങ്ങനത്തെ ലെവലിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് വൺ ഡേ ടൈം ഫ്രെയിമിൽ ഈ ക്യാനിൽ അടിയിലേക്ക് ക്ലോസ് ചെയ്ത് നോക്കി. അതായത് ഒരു ദിവസം ക്ലോസ് ചെയ്തപ്പോൾ അടിയിലാണ് ക്ലോസ് ചെയ്തത്, പ്രൈസ് അടിയിൽ ഒന്ന് ക്ലോസ് ചെയ്തു. ഇതാണ് ക്ലോസിങ് നോക്കി, ഈ ഏരോ അടിയിൽ ക്ലോസ് ചെയ്തു, ലെവലിൻ്റെ അടിയിൽ ക്ലോസ് ചെയ്തു. നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവായി, അതായത് നമ്മൾ ട്രേഡ് എടുത്തു. അതാണ് സെറ്റപ്പ്. ട്രേഡ് എടുത്ത ശേഷം ഒരു ക്യാൻഡിൽ വൺ ഡേ ക്യാൻഡിൽ അടിയിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് റൂളാണ്. അടിയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അടിയിലേക്ക് ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. പിന്നെയും ഇതേ പ്രൈസ് ആക്ഷൻ, അതായത് ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റേറ്റ് ആകുമ്പോൾ പിന്നെയും എൻട്രി എടുക്കുക. നിങ്ങൾ കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് അവിടെ കൊടുക്കണം, സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യണവർ. ഇവിടെ ആണെങ്കിലും സെയിം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഡയറക്റ്റ് എൻട്രിയുടെയും സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടികിട്ടിയെന്ന് മനസ്സിലാവണം. സ്റ്റോക്കിലൊക്കെ ഇത്ര നോക്കേണ്ട കാര്യമുള്ളൂ. ഇനി നമ്മൾ കാര്യത്തിലേക്ക് പോകണം. നമുക്ക് 10 സ്റ്റോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്, കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോൾ 21-ാം തീയതി കൊടുത്ത സ്റ്റോക്കാണ്. നമുക്ക് കാണാം 21 ഡിസംബർ ഞാട്ടുണ്ട്. ഈ ക്യാനിലാണ്, അതായത് ഒരു ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് ഈ വീഡിയോ ഞാൻ ഷോർട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പിറ്റത്തെ വർക്കിംഗ് ഡേയിലാണ് ഇത് വർക്കാവുള്ളൂ. അതായത് 21-ാം തീയതി ഞാൻ കൊടുത്തു, പിന്നെ 23 വർക്കിംഗ് ഡേ 23 അപ്പോൾ അത് വർക്കാവും. അത്രേ ഉള്ളൂ കേസ്. ഞാൻ എല്ലാത്തിനും ഉണ്ട് നോ ഡയറക്റ്റ് എൻട്രി, ഓൺലി പ്രൈസ് ആക്ഷൻ എൻട്രി, എന്നാലേ ഉള്ളൂ എൻട്രി. നേരത്തെ പറഞ്ഞ നിങ്ങൾ ആലോചിക്കുക, സംഭവം മുകളിൽ നിന്ന് അടിയിലേക്ക് വരികയാണ് സ്റ്റോക്ക്, അതായത് ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന നേരത്തെ അടിയിലേക്ക് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഇതിപ്പോൾ അടിയിലേക്ക് വരുന്ന സാധനമാണെങ്കിൽ ഒന്ന് പ്രൈസ് ആക്ഷൻ ഞാൻ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു സംഭവം സിനാരിയോ സംഭവിക്കണം, എന്നാലാണ് നമുക്ക് എൻട്രി എടുക്കാനുള്ളൂ. അതുകൊണ്ടാണ് നോ ഡയറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞത്. ഇത്തിരി അടിയിലേക്ക് വന്ന് ക്ലോസ് ചെയ്ത ശേഷം ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. മോളിക്കാണെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഡയറക്റ്റ്ലി. ഈ സ്റ്റോക്ക് മോളിക്ക് നേരെ കയറിപ്പോയി. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ കയറിപ്പോയി മോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സ് റേഷ്യോ നോക്കിയിട്ട് എൻട്രി എടുക്കുക. എപ്പോഴും നിങ്ങളൊരു ക്യാൻഡിൽ ക്ലോസ് അടിയിലേക്ക് വെക്കുക, അതാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. എൻട്രി ആക്ടിവേറ്റ് ആയി എൻട്രി എടുത്ത ശേഷം ഇതൊരു 2-3 മാസത്തേക്കുള്ള ഹോൾഡിംഗ് ആണ് കേട്ടോ ഇതൊക്കെയും പറയണത്. നമ്മൾ സ്റ്റോക്ക് വൺ ഡേ ആണ് നോക്കണത്, 2-3 മാസത്തേക്കാണ് ഹോൾഡിങ്. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ എടുക്കുക. അടിയിലേക്ക് ക്ലോസ് ചെയ്ത ശേഷം നിങ്ങൾ ആ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങിയേക്ക്. മനസ്സിലായില്ലേ? ഏത് ലെവലിൽ നിന്നാണെങ്കിലും. അടുത്ത സ്റ്റോക്ക് ഷിപ്ലേ ആണ്. ഇത് നമുക്ക് കാണാം എൻട്രി ഒന്നും ആക്ടിവേറ്റ് ആയിട്ടില്ല, എൻട്രി ഒക്കെ ആവണുള്ളൂ. നമ്മുടെ 2 കണ്ടീഷനിൽ ആക്റ്റീവ് ആയിട്ടില്ല. ഏത് കണ്ടീഷനാണെങ്കിലും ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആവണം വൺ ഡേയിൽ. ആക്ടിവേറ്റ് ആയ ശേഷം ഒരു ക്യാനിൽ അടിയിലേക്ക് ക്ലോസ് ചെയ്താൽ തന്നെ സെല്ലേഴ്സ് നമ്മുടെ ലൈനിൻ്റെ അടിയിലേക്ക് ക്ലോസ് ചെയ്താൽ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഒഴിവാകുക. പിന്നെയും അത് തിരിച്ച് കയറുമ്പോൾ സെല്ലേഴ്സ് റേഷ്യോ നോക്കിയിട്ട് പിന്നെയും മേടിക്കുക. മൈൻഡിൽ വയ്ക്കാത്ത കാര്യങ്ങൾ. മോളിക്കാണെങ്കിലും ഇതിപ്പോൾ ഡയറക്റ്റ് എൻട്രി ആണെങ്കിലും പ്രൈസ് ആക്ഷൻ എൻട്രി ആണെങ്കിലും ഈ 2 ടൈപ്പ് എൻട്രി ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. ഇത് ഹിൻഡൽക്കോ ആണ്. ഹിൻഡൽക്കോ നമുക്ക് കാണാം നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആയിട്ടില്ല, പക്ഷേ ഇതൊക്കെ വാലിഡ് ആണ് കാര്യങ്ങൾ. ഇത് ITC ആണ്. നിങ്ങൾക്ക് കാണാം 21-ാം തീയതി കൊടുത്ത സ്റ്റോക്കാണത്. നിങ്ങൾക്ക് കാണാം എൻട്രി പോയിൻ്റ് എന്താ ഞാൻ പറഞ്ഞത്, ഞാൻ ITC കൊടുത്തത് പറഞ്ഞത് എൻട്രി പോയിൻ്റ് 21-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത്യാവശ്യം ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് എൻട്രി പോയിൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 1 ബയേഴ്സ് ക്യാൻഡിൽ ക്ലോസ് എബോവ് ദ പ്രൈസ്, എൻട്രി ആക്ടിവേറ്റഡ്, കണ്ടീഷൻ ക്ലിയർലി വാച്ച്. അങ്ങനെ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. 20-ാം തീയതി ഇല്ല 21-ാം തീയതി എന്നാൽ ശനിയാഴ്ചയാണ് ഈ ക്യാൻഡിൽ നടക്കുന്ന സമയത്ത്. ഇപ്പോൾ ഒരു ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം ഇവിടെ സെല്ലേഴ്സ് അടിയിലേക്ക് വെച്ചു, അതായത് എൻട്രി പോയിൻ്റ് ആണ്. അതായത് നമുക്കിവിടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ കണ്ടില്ല, ബാക്കിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ സെല്ലേഴ്സ് റേഷനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ലെവലിൻ്റെ മുകളിൽ പ്രൈസ് ഒന്ന് അടിയിലേക്ക് വന്നിട്ടാണ് ഈ കണ്ടീഷൻ ഇവിടെ സെല്ലേഴ്സ് റേഷനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ എൻട്രി പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ ചാടിക്കയറി പറഞ്ഞതല്ല, അത് അങ്ങനെ തന്നെയാണ് പിന്നെ സംഭവിച്ചത്. തിങ്കളാഴ്ച നിങ്ങൾക്ക് കാണാം 21-ാം തീയതി കഴിഞ്ഞിട്ട് 23-ാം തീയതി പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പിന്നെ ഡയറക്റ്റ്ലി ഒരു എൻട്രി തന്നെയായിരുന്നു. അത് മോളിൽ ക്ലോസ് ശേഷം ഒരു 11 പോയിൻറ്റ് മൂവ്മെൻറ്റ് മോളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത എൻട്രി മോളിലാണ് വരുന്നത് ഡയറക്റ്റ് എൻട്രി. എപ്പോഴും ഈ ലെവലിൻ്റെ അടിയിലേക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ലെവലിൻ്റെ അടിയിലേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് അടിക്കുക കേട്ടോ.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോക്ക് വീക്കാവും അവിടെ, അതാണ് പ്രശ്നം. വീക്കാവില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് ഒന്നിനും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ എവിടെ ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വീക്കായി കഴിഞ്ഞാൽ പിന്നെ കാശ് പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ ഇറങ്ങിയിട്ട് പിന്നെയും എൻട്രി എടുക്കുക ഈസി ആയിട്ട്. അങ്ങനെ ചിന്തിക്കുക കേട്ടോ നമ്മൾ പഠിക്കുമ്പോൾ. ഇത് ICICI ആണ്. ICICI ഒന്നും ആയിട്ടില്ലേ, ICICI ആവണുള്ളൂ. ഈ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ്. കുറേ വട്ടം പറയണ്ടല്ലോ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ICICI ഇപ്പോൾ ഒരു ഏകദേശം സെൻട്രലിലാണ്, അത്യാവശ്യം പ്രൈസിക്ക് വന്നാലാണ് എൻട്രി ഉള്ളൂ. ഇനി SBI ആണ്. SBI നിങ്ങൾക്ക് കാണാം, ഞാൻ 15-ാം തീയതി കൊടുത്തതാണ്, ഡിസംബർ 15-ന് കൊടുത്തതാണ്. ഇത് സൈഡ് വൈസ് ആണ്, ഞാൻ കൊടുക്കുന്ന സമയത്താണ് സൈഡ് വൈസ് ആണ്. എൻ്റെ പ്രോപ്പർ എൻട്രി 911-ലും 731-ലാണ് വരുന്നുള്ളൂ. അതുവരെ സൈഡ് വൈസ് തന്നെയാണ് SBI. ഇത് NTPC ആണ്. ഇതിൻ്റെ ട്രേഡൊന്നും ആക്ടിവേറ്റ് ആയിട്ടില്ലേ, ഡയറക്റ്റ് എൻട്രി ആയിട്ടില്ലേ, പ്രൈസ് ആക്ഷൻ എൻട്രി ആയിട്ടില്ലേ. അപ്പോൾ അതാവണുള്ളൂ. നിങ്ങൾ ലെവൽസൊക്കെ നോക്കി വെക്കുക. ഇത് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യയിൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടില്ല. ഞാൻ ഇത് 15-ാം തീയതി ഡിസംബറിന് കൊടുത്ത സ്റ്റോക്കാണ്. നമുക്ക് കാണാം ഇവിടെ 15-ാം തീയതി, 13 ഡിസംബർ, 16 ഡിസംബർ. അപ്പോൾ ഈ ബയ്യേഴ്സ് ക്യാൻഡിൽ ഇവിടെ അടിയിൽ ക്ലോസ് ചെയ്തപ്പോഴാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. 15-ാം തീയതി എൻ്റെ ഇടയിൽ വരുന്ന ദിവസമാണ് 13, 16 കാണാമല്ലോ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബയ്യേഴ്സ് മുകളിൽ ക്ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് അടിയിൽ ഈ 410-ൻ്റെ മുകളിൽ ബോഡി ക്ലോസ് മുകളിലേക്ക് കിട്ടണം, എന്നാലും നമുക്ക് കണ്ടീഷൻ ആക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതാണ് സംഭവം, നടക്കണം പോണത് ഇതാണ്. അതാണ് പിന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് വീക്കാവും കാര്യങ്ങൾ. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വല്ല ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ പെർഫോമൻസ് ഉണ്ടാവും കേട്ടോ. ഇത് പ്രൈസിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണത് മാത്രം. ഫണ്ടമെൻ്റൽസ് നോക്കി ഇതൊക്കെ എടുക്കണ നേരത്തെ ഫണ്ടമെൻ്റൽസ് നോക്കുക. അതൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു അറിവാണ്, എല്ലാവരും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ടൊക്കെ ട്രേഡ് ചെയ്യുക സ്റ്റോക്കിൽ ചെയ്യുമ്പോൾ. ഇത് ഞാൻ പ്രോപ്പറായിട്ടൊരു പ്രൈസിൽ മാത്രമാണ് പറയണത് കാര്യങ്ങൾ സ്റ്റോക്കിൻ്റെ. നിങ്ങൾ ഫണ്ടമെൻ്റൽസും കൂടി നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഇനിയിപ്പോൾ അടിയിലേക്ക് വരുമ്പോഴുള്ള കോൾ ഇന്ത്യയുടെ ലെവലാണ് 368 വരുമ്പോൾ നമ്മൾ ഇതേ പ്രൈസ് ആക്ഷൻ പിന്നെയും നോക്കണം. ഇനി മോളിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് എൻട്രി ഇവിടുന്ന് ഇപ്പോൾ മോളിലേക്ക് ഇത് പോയി, എന്നിട്ട് ഒരു ഡയറക്റ്റ് എൻട്രി എടുക്കാം. സെല്ലേഴ്സ് റേഷൻ നോക്കിയിട്ട് ഡയറക്റ്റ് എൻട്രി എടുക്കാം. മോളിലേക്കും ഇവിടെയും 527-ലും ഡയറക്റ്റ് എൻട്രി ആണ്. നല്ല പോയിൻ്റൊക്കെ കിട്ടും. 2-3 മാസത്തേക്കുള്ള ഹോൾഡിംഗ് ഒക്കെയാണ് ഇതൊക്കെ. ഇനി വിപ്രോ ഡയറക്റ്റ് എൻട്രിയിലാണ് നിങ്ങളുണ്ടായിരുന്നത്. ഞാൻ 15-ാം തീയതി കൊടുത്തതാണ്. നമുക്ക് കാണാം അവിടെ ഇത് ഡയറക്റ്റ് എൻട്രിയാണ്. നല്ലൊരു പ്രോഫിറ്റിൽ കിട്ടിയിട്ടുണ്ടാവണം. നമുക്ക് കാണാം 15-ാം തീയതി, അതായത് 13 ഡിസംബർ, 16 ഡിസംബർ. 15-ാം തീയതി കൊടുത്തതാണ്. ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് 16-ാം തീയതി റിജക്റ്റ് ആക്കി. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 16-ാം തീയതി റിജക്റ്റ് ആക്കിയ ശേഷം നമുക്ക് പ്രോഫിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ലിമിറ്റ് ഓർഡറിൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ആക്കിയോടത്തുനിന്ന് പിറ്റേ ദിവസം എങ്ങനെയാലൊക്കെ അത് മേടിക്കുക. ആ ഭാഗത്തൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഒരു 10 പോയിൻ്റ് പ്രോഫിറ്റ് 2-3 ദിവസം കൊണ്ട് വിപ്രോയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റോക്ക് എന്നൊക്കെ നമുക്ക് കാണുന്ന നിങ്ങൾക്ക് ഇത് കടിയിലേക്ക് ക്ലോസ് ചെയ്തു. ഈ സെല്ലേഴ്സ് അടിയിൽ ക്ലോസ് ചെയ്യുമ്പോൾ ട്രേഡ് ഇല്ല, മനസ്സിലാക്കുക കേട്ടോ. ഈ റെഡ് ക്യാനിൽ അടിയിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ട്രേഡ് നമ്മുടെ കഴിഞ്ഞു, അവിടെ സെൽ അടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ സെല്ല് പോയി ഉണ്ടാവണം. അതാണ് നമ്മുടെ ടാക്ടിക്സ്. ഇനിയിപ്പോൾ ബയ്യേഴ്സ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. ഇനിയിപ്പോൾ പിറ്റേ ദിവസം, ഇനിയിപ്പോൾ തിങ്കളാഴ്ച സെല്ലേഴ്സ് ഈ 308-ൻ്റെ മുകളിൽ റിജക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെയും മുകളിലുള്ള എൻട്രി തന്നെയാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സ്റ്റോക്കിനെ കുറിച്ചുള്ള വീഡിയോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 സ്റ്റോക്ക് ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ നരേഷനും ഞാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻട്രി എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഓപ്ഷൻസിൽ ചെയ്ത എൻട്രി ടൈപ്പ് തന്നെയാണ് ഇവിടെയും. പക്ഷേ ടൈം ഫ്രെയിം 1 ഡേ ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക, 1 ഡേ ആണ് ടൈം ഫ്രെയിം. നിങ്ങൾക്ക് ക്യാൻഡിൽ ക്ലോസ് നമ്മുടെ ലെവലിൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ SL ആണ്. അങ്ങനെ തന്നെ കൊടുത്ത് പഠിക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽസ് ഒക്കെ നോക്കുക. ആ സ്റ്റോക്കിൻ്റെ ന്യൂസുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഇവിടെ പ്രൈസ് മാത്രമേ പറയണുള്ളൂ. നിങ്ങൾ പ്രൈസ് മാത്രം കേട്ടിട്ട് എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഫണ്ടമെൻ്റൽസ് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഫണ്ടമെൻ്റൽസ് നോക്കലൊക്കെ. ഞാൻ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ചെയ്യാനുള്ള ചാനലാണ്. ഓപ്ഷൻസിനെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ചെയ്യണ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫണ്ടമെൻ്റൽസ് നിങ്ങൾ തന്നെ നോക്കുക. ആ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ Q3, Q1 അങ്ങനത്തെ റിസൾട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ ബേസിക് നല്ലൊരു ന്യൂസ് വരികയാണെങ്കിൽ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യും. ഇനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, സ്പ്ലിറ്റ് ആവുന്നുണ്ട്, സ്റ്റോക്കുകളൊക്കെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്, അങ്ങനത്തെ സെറ്റപ്പിലേക്കൊക്കെ വരികയാണെങ്കിൽ എഫക്റ്റ് ആവും. അങ്ങനത്തെ ഫണ്ടമെൻ്റൽസൊക്കെ നോക്കുക. അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ പ്രൈസിലാണ് ചെയ്യണത്.
പ്രൈസ് ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ഫണ്ടമെന്റൽസ് നോക്കിയിട്ട് ചെയ്യുക. കണ്ടീഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു ക്യാനിൻ്റെ അടിയിലേക്ക് വരുന്നതോടുകൂടി 1 ഡേ ക്യാനിൽ നമ്മുടെ ലെവലിൻ്റെ അടിയിലേക്ക് ക്ലോസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിക്കുക. അതിപ്പോൾ നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവ് ആയാലും ശരി ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിക്കുക. അവിടെ ചാടി കയറ്റൊന്നും ട്രേഡ് ചെയ്യേണ്ട സ്റ്റോക്കിൽ. പിന്നെ എല്ലാം നിഫ്റ്റി ഫിഫ്റ്റിയിലാണ്, പിന്നെ വലിയ വിഷയമൊന്നും വരില്ല അതിൻ്റെ ഉള്ളിൽ. നമ്മൾ പുറത്തുനിന്നുള്ള സ്റ്റോക്കുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ, നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഉള്ളിൽ വരുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. വലിയ സീനുകളൊന്നുമില്ല, എല്ലാവർക്കും ട്രേഡ് ചെയ്യാം. അപ്പോൾ അത്രയുള്ള കാഴ്ചത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ മസ്റ്റ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം. പിന്നെ ആപ്പ് സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവരുടെ ലിങ്കിൽ കയറി ആപ്പ് സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കുക. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. എല്ലാവരും കയറിയിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത്രയുള്ള ദിവസത്തെ വീഡിയോ. ഓക്കെ ബൈ.